ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഇപ്പൊ വണ്ടി എന്റെ ഓഫ് ആകുന്നില്ല, കൃത്യമായിട്ട് എനിക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം, നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം, നിങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. കമന്റ് ഇടുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ശരിയാണല്ലോ, ഇങ്ങനെയാണല്ലോ എടുക്കേണ്ടത്. കൃത്യമായിട്ട് ഈ ഒരു രീതി എടുത്തപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആണിത്. ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഡ്രൈവിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, കമന്റായിട്ട് തന്നെ ചോദിക്കാം. പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റാ വഴി കമന്റ് ഇട്ട് നിങ്ങൾ ചോദിക്കരുത്. കാരണം എനിക്ക് അതിന്റെ കമന്റുകൾ കാണാൻ എടുക്കുമ്പോഴേ വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് ഫേസ്ബുക്കും ഉണ്ട്, യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റായും ഉണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിട്ട് നിങ്ങൾ കമന്റ്, നിങ്ങൾ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇതുപോലെ വീഡിയോ രൂപത്തിലോ അല്ലാതോ ഞാൻ കമന്റ് രൂപത്തിലോ ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ മറുപടി തരുന്നതായിരിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ക്ലച്ചിനെ പറ്റിയാണ്. ക്ലച്ച് കൺട്രോളിങ് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം. പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് ക്ലച്ച് കൺട്രോളിങ് എന്നുള്ളത്. കാരണം ഒരു 90% ആൾക്കാരും ഡ്രൈവിംഗ് സംബന്ധമായിട്ട് 90% നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ചിനെ പറ്റിയാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ട് തട്ടും, കൊച്ചിനെ ഇടിക്കും, അല്ലെ മതിലിനെ തട്ടും എന്നൊക്കെ പറഞ്ഞ് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാനുള്ള മടി. ഞാൻ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുവോ തട്ടുവോ എന്നുള്ള പേടി. ക്ലച്ചിന്റെ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു പേടി. ഒരു 90% നമുക്ക് ഡ്രൈവിങ്ങിനെ പറ്റി ഏറ്റവും പഠിക്കേണ്ട മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലച്ചാണ്. ഇത് നമ്മളെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ലൈസൻസ് കിട്ടിയാൽ പോലും നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു ബന്ധവും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് സ്വന്തം വണ്ടിയെ പോലും നമുക്ക് കയറാൻ മടിക്കുന്നത്. ഞാനിപ്പോൾ ആരും ഡ്രൈവിംഗ് സ്കൂളിലെ കാര്യം ഞാൻ അവരെ അധിക്ഷേപിക്കുക കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഇതൊരു ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ സ്വന്തം വണ്ടിയിൽ നിന്ന് കയറാൻ പോലും പേടി ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ക്ലച്ച് കൺട്രോളിങ് പഠിച്ചെടുക്കുക, എന്തൊക്കെ ചെയ്താൽ നമുക്ക് പഠിക്കാം, എങ്ങനെയാണ് കാല് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അറിയാവുന്ന ആരും ഇത് കാണേണ്ട കാര്യമില്ല, കാരണം അറിയാതെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ വെറുതെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നത്, ഞാനാണല്ലോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. അറിയാത്തവർ മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും, പേടികളും മാറുന്നതാണ്. അപ്പം എന്റെ വണ്ടിയിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണിച്ചു തന്നാൽ എന്റെ കൈയും കാലും എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയാണ് കറക്റ്റായിട്ട് കാല് വെക്കേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ കയറി നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാനുള്ള കാര്യമുള്ളൂ. ഞാനിപ്പം എന്റെ കാല് കൊണ്ട് വേറെ രീതി ഞാൻ കാണിക്കുന്നൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങളുടെ കാലും അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്ലച്ചിന്റെ കൺട്രോളൊക്കെ കിട്ടുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റായും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം 10 വർഷമായിട്ട് 15 വർഷം ലൈസൻസ് കയ്യിലുണ്ട്. സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ട് പോലും സ്വന്തം വാഹനത്തിൽ കയറിയെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്ത പലരും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, നമുക്ക് അറിയാവുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെയും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനം ഓടിക്കാൻ അതിയായ ആഗ്രഹമാണ്, തനിയെ വാഹനം ഓടിക്കാൻ പേടി, അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ ജില്ല ഏതാണ് ഇരുന്നത് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് ഒന്നിനുള്ള പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ട് നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. കാരണം നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. ഇന്ന വണ്ടിയൊന്നുമില്ല, ഇന്ന പ്രായമൊന്നുമില്ല, എത്ര നാളായി ലൈസൻസ് ഇടുന്നുള്ള കാര്യം ഈ ഒരു ബന്ധമൊന്നും നമുക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട. കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, ഇന്ന ജില്ലയിൽ വരുമോ, ഇന്ന ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിലാണോ, ഏത് ജില്ലയിലാണോ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് ഉള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഹാഫ് ക്ലച്ച് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ മനസ്സിലാക്കി വെക്കരുത്. കാരണം ഹാഫ് എന്ന് പറയുമ്പോൾ എന്തിന്റെയും പകുതിക്കാണ് നമ്മൾ ഹാഫ് എന്ന് പറയുക. കാരണം ഒരു പുതിയ വാഹനമൊക്കെ ആകുമ്പോൾ ഒരു 20-25 ആവുമ്പോൾ വണ്ടി മൂവ് ആകും. ഒരു ഇടത്തരം വാഹനം ആകുമ്പോൾ ഒരു 30-35 40 ആവാതെ വാഹനം മൂവ് ആവില്ല. ഒരു പഴയ വണ്ടിയൊക്കെ ആകുമ്പോഴോ ഒരു 60-65 ആവാതെ എന്ത് ചെയ്തില്ല, മൂവ് ആകത്തില്ല. പിന്നെ എവിടെയാ ഹാഫ് എന്ന് പറയുക? ഹാഫ് എന്നല്ല നമുക്ക് ഇതിനു വേണ്ടി പറയേണ്ടത്, ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയേണ്ടത്. കാരണം എന്തിനും ഒരു സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റ് ഉണ്ടാകും, അതിനെയാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന്, സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പറഞ്ഞു പഠിക്കാനും മനസ്സിലാക്കാനും. നമ്മൾ ഈ ഹാഫ് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഓഫ് ആയാൽ പോലും നമുക്കൊരു ബന്ധം ഇതിനകത്ത് കിട്ടാത്ത വരുന്നത്. കണ്ടില്ല, നമുക്ക് ഈ ഹാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തിന്റെ പകുതിക്കാണ്. അപ്പൊ ഞാൻ കണക്ക് പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ,
താഴെ 0 മുകളിൽ 100, താഴെ 0 മുകളിൽ 100, ഇതല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എവിടെ വരണം? ഇതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്ലച്ച് ഇരിക്കുന്നതിന്റെ ഇതല്ലേ ക്ലച്ച്. അപ്പൊ നമ്മൾ താഴെ നമ്മൾ ഇത്രയും എടുത്തു കഴിയുമ്പോൾ അതിന്റെ പകുതിക്കാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പകുതിക്ക് ഏത് വണ്ടിയുടെ ഈ ഒരു പകുതിക്ക് വരുന്നതിന് മുമ്പ് ചില വാഹനം എന്ത് ചെയ്യും? വണ്ടി മൂവ് ആകാൻ തുടങ്ങും. അതുപോലെ തന്നെ ചില വാഹനം ഇത്ര എടുത്താൽ പോലും മൂവ് ആവില്ല. ചില വാഹനം ഇത്ര എടുത്താൽ പോലും എന്ത് ചെയ്യുന്നില്ല? മൂവ് ആകുന്നില്ല. പിന്നെ നമ്മൾ ഹാഫ് എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണം പറയാം. എന്തിനും സ്റ്റാർട്ടിങ്ങിന് പോയിന്റ് ഉണ്ടാകും, എന്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകും, എന്തിനൊരു ബൈറ്റിംഗ് പോയിന്റ് ഉണ്ടാകും. ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ കാലുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ബൈറ്റിംഗ് പോയിന്റ് വരുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഒരു വിറയൽ അനുഭവപ്പെടും, ചെറുതായിട്ടൊരു. അതായത് നമ്മളിപ്പോ ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ ഗിയർ ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സൗണ്ട് വ്യത്യാസം, അതായത് നമ്മളിപ്പം ഗിയർ ഇട്ടു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, മുൻപോട്ട് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഈ ഒരു സൗണ്ട് അല്ല, അതായത് നമ്മളിപ്പോ എടുക്കാൻ തുടങ്ങി, ഇപ്പൊ ഇങ്ങനെ എടുത്തോണ്ട് വരുമ്പോ ഈ ഒരു സൗണ്ട് അല്ല ഒരു വണ്ടിക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ക്ലച്ചിൽ വണ്ടി നിന്നു, അവിടെ നിന്ന് ബാക്കിലേക്ക് വണ്ടി പോകില്ല. അവിടെയാണ് ക്ലച്ചിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ഇത്രയും നോക്കുമ്പോൾ ഇത്രയും ക്ലച്ച് ഉണ്ട്, കണ്ട. അപ്പൊ ഇത്രയും നമുക്ക് ക്ലച്ച് വരുന്നില്ല. നമുക്ക് കണ്ടില്ലേ ഇവിടെ 0, ഇവിടെ നമ്മൾ ഈ പോയിന്റ് പറഞ്ഞില്ല, ബൈറ്റിംഗ് പോയിന്റ്, അവിടെ മുതലാണ് വണ്ടിയുടെ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മുകളിലും പ്ലേ ആണ്, താഴെയും പ്ലേ ആണ്. ഇപ്പം താഴെയും പ്ലേ ആണ്, മുകളിലും പ്ലേ ആണ്. ഈ സെന്റർ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ക്ലച്ച് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ക്ലച്ച് കണ്ട, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി, ഇവിടെ വരുമ്പോഴാണ് എന്തത്? ഈ ക്ലച്ചിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ചില വാഹനത്തിൽ തുടങ്ങുന്നത്. ചില വാഹനം ഇവിടെ ആകണം, ചില വാഹനം ഇവിടെ ആകുമ്പോഴേ വണ്ടി മൂവ് ആകത്തുള്ളൂ, കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ നമുക്ക് പലരും എന്ത് ചെയ്യും? ഇവിടുന്ന് പതിയെ പൊന്നെ പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് വരും. ഇവിടെ വരുമ്പോൾ ഒരു അനക്കം വരുമ്പോൾ എന്ത് ചെയ്യും? ഒരൊറ്റ എടുപ്പ് അങ്ങ് എടുക്കും. എന്ത് സംഭവിക്കും? വണ്ടി ഇടിച്ച് ഓഫായി പോകാനുള്ള കാരണം അതാ. നമുക്ക് ആ പോയിന്റ് മനസ്സിലാക്കാത്ത വരുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ നമ്മൾ താഴെ പ്ലേ ആണ്. അപ്പൊ നമുക്ക് ആ ബൈറ്റിംഗ് പോയിന്റ് വരുന്നിടം വരെ, ആ പോയിന്റ് വരുന്നിടം വരെ ക്ലച്ച് സ്റ്റാർട്ടിങ് തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ മുതൽ മുകളിലും പ്ലേ ആണ്, അതായത് 5% പ്ലേ ആണ്. അപ്പം മുകളിൽ വരുന്നിടം വരെ നമ്മൾ മെല്ലെ വേണം എന്ത് ചെയ്യാൻ? ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. അപ്പൊ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പിടുത്തം കിട്ടുന്നതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഗിയർ ഇട്ടിട്ട് ഇവിടം വരെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് വീണ്ടും നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് താത്ത് കൊടുക്കുക. ഈ ഒരു ബാലൻസ് നിങ്ങളുടെ കാലിൽ എന്ത് ചെയ്യുക? എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. നമുക്കൊരു വണ്ടി പെട്ടെന്ന് ഒരു വണ്ടി ട്രാഫിക്കിൽ കിടക്കുമ്പോഴാണെങ്കിലും എവിടെ നേരം ഒരു വണ്ടി നിർത്തിയിട്ട് എടുക്കണമെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ ഈ കാലിന്റെ ഈ ബാലൻസ് കിട്ടിയാൽ എന്ത് ചെയ്യത്തുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ ബ്രേക്കിൽ നിന്ന് കാല് മാറിയാലും ഇവിടെ വരുമ്പോൾ വണ്ടി നിൽക്കുമെന്നും, പിന്നെ ബാക്കിലേക്ക് അഥവാ ഒന്ന് അനങ്ങിയാലും ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി, വണ്ടി ബാക്കിലേക്ക് പോകാൻ നിൽക്കുമെന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കിട്ടാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കാലം എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ പതിയെ എടുക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് നിങ്ങൾ എടുക്കാൻ നോക്കും, വണ്ടി ഇടിച്ച് ഓഫായി പോകും. വീണ്ടും നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന കൂട്ടത്തില് ഇങ്ങനെ എടുത്തോണ്ട് വരുന്ന കൂട്ടത്തിൽ പിന്നെ ആ ബൈറ്റിംഗ് പോയിന്റ് ആകാത്ത കാരണം എന്ത് ചെയ്യും? വണ്ടി ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ ഇപ്പൊ ഒരു ചെറിയൊരു കയറ്റത്തിൽ നിൽക്കുകയാണെങ്കിലോ വണ്ടി ബാക്കിലേക്ക് പോകും. ഈ ബാക്കിലേക്ക് പോകുന്ന കണ്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും ക്ലച്ച് ഔട്ടി കൊടുക്കാൻ നോക്കും ചിലരാണെങ്കിൽ, ചിലർ ഇങ്ങനെ മേലോട്ട് പോകും. അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വരാത്തത് കൊണ്ടാണ് വണ്ടി, നമ്മൾ ഫസ്റ്റ് ഗിയർ ആണ് കൊടുത്തത്, അതൊരു നിരപ്പല്ലാത്തത് കൊണ്ടാണ് ബാക്കിലേക്ക് ഉള്ളുന്നത്. അപ്പൊ ക്ലച്ച് നിന്നിട്ടില്ല, അതുകൊണ്ടാണ് വണ്ടി ബാക്കിലേക്ക് പോകാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഈ ഒരു പരുവത്തിന് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഈ ഒരു ബാലൻസ് ഇങ്ങനെ ആക്കുക. നിങ്ങൾ ഗിയറൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് ഇങ്ങനെ വണ്ടി റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ചൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ കൈയും കാലം കൊണ്ട് വണ്ടി ഓടിക്കേണ്ടത്, ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. കൈ കൊണ്ട് ഏതൊക്കെ കൈ കൊണ്ട് എന്തൊക്കെ പരിപാടികളുണ്ട്, കാലുകൊണ്ട് ഓരോ കാലിനും എന്തൊക്കെ പരിപാടികളുണ്ട്, ആ കാലിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാം നിർത്തി നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കുന്ന സമയത്ത് എന്റെ വലത്തെ കാലം കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇടത്തെ കാലം കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇടത്തെ കൈക്ക് എന്തൊക്കെ പരിപാടിയുണ്ട് ഡ്രൈവിങ്ങിന്, അതുപോലെ തന്നെ വലത്തെ കൈക്ക് എന്തൊക്കെ പരിപാടിയുണ്ട്, ഈ ഇടത്തെ കാലം കൊണ്ട് മാത്രമേ ഉള്ളൂ ഇനി ക്ലച്ച്, ഇനിയിപ്പം ഇടത്തെ കൈ കൊണ്ട് ക്ലച്ച് ചവിട്ടാൻ പിടിക്കുക അല്ലെങ്കിൽ ക്ലച്ച് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോന്നൊന്ന് മനസ്സിലാക്കുക. അപ്പം കാലും കൊണ്ട് ഇടത്തെ കാലം കൊണ്ട് മാത്രമേ ഉള്ളൂ ക്ലച്ച്, വലത്തെ കാലം കൊണ്ട് ക്ലച്ചിന് യാതൊരു പണിയുമില്ല, അല്ലെങ്കിൽ വലത്തെ കൈക്ക് യാതൊരു പണിയും ക്ലച്ചിനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലച്ചില് എങ്ങനെയാണ് ആ കാലം കൊണ്ട് എത്രത്തോളം നമുക്ക് അതിൽ ചവിട്ടാനും എടുക്കാനും എത്രത്തോളം ബാലൻസ് കിട്ടുന്നു, എന്നാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പെട്ടെന്ന് കോൺഫിഡൻസോട് കൂടി പേടികൾ മാറിയൊരു വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു പോയിന്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഈ വണ്ടി ഓടിച്ച് ബാലൻസ് ആയവർ ഇതൊന്നും ചെയ്യുന്നില്ല, അവര് ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം ഇത് മൊത്തം ശ്രദ്ധിക്കുന്ന ആരാണ്? ഈ തുടക്കക്കാരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ ആ ശ്രദ്ധിക്കണം? നമ്മൾ അതേസമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അതിന്റെ പോയിന്റുകൾ കിട്ടാത്തതും അതിൽ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, നമുക്ക് ഈ ഹാഫ് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് തോന്നുന്നത്. വണ്ടി ഓഫ് ആയ പോലും അറിയാത്തതിന്റെ കാരണം നിങ്ങൾ അപ്പം ചെയ്യേണ്ട ആ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ ഗിയർ ഇടുക, ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് നല്ലപോലെ യൂസ് ചെയ്യുക. അതിനുശേഷം
നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്ത് നോക്കുക. വലിയൊരു പിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി അവിടുന്ന് ക്ലച്ചാലായി വണ്ടി, ഇനി വണ്ടി മുന്നോട്ടേ പോകുള്ളൂ. വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് ചെയ്ത് കൊടുക്കുക, വീണ്ടും അതേ പോയിന്റ് തന്നെ കൊണ്ടുവരിക, വീണ്ടും ഇങ്ങനെ തന്നെ. അപ്പൊ ഈ ഒരു ബാലൻസ് ഇത്രത്തോളം നിൽക്കുന്നതും ആ ഒരു ഇത് ഇങ്ങനെ ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയാലേ എന്തുള്ളൂ, ഇവിടെ നിന്ന് വണ്ടി പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഈ ഒരു പോയിന്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് എന്ന് മാറി എടുക്കാൻ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പം ഓരോന്നിനും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം എങ്ങനെയാണ്. അപ്പൊ കാല് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിരലും കൊണ്ട് ചവിട്ടരുത്, അതുപോലെ തന്നെ കയറിയും പോകരുത്. നിങ്ങളുടെ ഇത് കണ്ടില്ലേ, ഈ ഒരു ജോയിന്റ് ഭാഗം, ഈ ഒരു ഭാഗം കൊണ്ടാണ് നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ വേണ്ടിയിട്ട്. കണ്ട, ഈ ഒരു ഭാഗം കൊണ്ട് വേണം ക്ലച്ച് ചവിട്ടാൻ വേണ്ടി. നിങ്ങൾ ഇങ്ങനെ കയറ്റിയും വെക്കരുത് കാല്, അതുപോലെ തന്നെ വിരലും കൊണ്ട് ഇങ്ങനെ ആയി പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചവിട്ടുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഉപ്പൂറ്റി നിലത്ത് മുട്ടിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് എടുക്കുന്നതിന് ഇങ്ങനെ പലർക്കും ഇങ്ങനെ എടുക്കാൻ കഴിയും, പക്ഷെ ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, താമസം വരുന്നതും വണ്ടി ഓഫ് ആയി ഭയങ്കര കട്ടിയായിട്ട് തോന്നാനുള്ള കാരണം നിങ്ങൾ ഈ ഒരു രീതിയിൽ കാലിന്റെ ഉപ്പൂറ്റി നിലത്ത് മുട്ടിക്കാതെ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത്, എനിക്ക് ഇപ്പൊ വണ്ടി എന്റെ ഓഫ് ആകുന്നില്ല, കൃത്യമായിട്ട് എനിക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം, നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം, നിങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. കമന്റ് ഇടുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ശരിയാണല്ലോ, ഇങ്ങനെയാണല്ലോ എടുക്കേണ്ടത്. കൃത്യമായിട്ട് ഈ ഒരു രീതി എടുത്തപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് കട്ടിയും കുറഞ്ഞ് കിട്ടുന്നുണ്ട്, മറ്റേ ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നത് ക്ലച്ച് ചവിട്ടുമ്പോൾ. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ആ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങൾ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റായിട്ട് ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നത്, നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആണിത്. ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഡ്രൈവിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, കമന്റായിട്ട് തന്നെ ചോദിക്കാം. പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റാ വഴി കമന്റ് ഇട്ട് നിങ്ങൾ ചോദിക്കരുത്. കാരണം എനിക്ക് അതിന്റെ കമന്റുകൾ കാണാൻ എടുക്കുമ്പോഴേ വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് ഫേസ്ബുക്കും ഉണ്ട്, യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റായും ഉണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിട്ട് നിങ്ങൾ കമന്റ്, നിങ്ങൾ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഇതുപോലെ വീഡിയോ രൂപത്തിലോ അല്ലാതെ ഞാൻ കമന്റ് രൂപത്തിലോ ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. ഞാൻ നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് റീപ്ലൈ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാനത് കാണുമ്പോൾ കൃത്യമായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും മടി കാണിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ പലരോടും ചോദിക്കുമ്പോൾ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് അവര്. ഞാൻ നിങ്ങളെ കളിയാക്കത്തില്ല. നിങ്ങൾക്ക് എന്നോട് എന്തുണ്ടെങ്കിലും ഡ്രൈവിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് സംശയം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമെന്നാണ്. കമന്റായിട്ട് തന്നെ ചോദിക്കുക. പലരും വന്നിട്ട് വാട്സപ്പ് മെസ്സേജ്, ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ദയവ് ചെയ്ത് വാട്സപ്പ് വഴി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കരുത്, നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ കമന്റായിട്ട് തന്നെ. അപ്പൊ മറ്റുള്ളവർ കാണുമ്പോഴും മനസ്സിലാവും അത് ചോദിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്, ഇന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാലും ഞാൻ കമന്റായിട്ട് ചോദിച്ചാൽ എനിക്കും അതിന് മറുപടി റീപ്ലൈ തരുമല്ലോ എന്നൊരു വിശ്വാസം നിങ്ങൾക്കും വരും. നിങ്ങൾ ഒരാൾ വാട്സപ്പിൽ വേണ്ടി മെസ്സേജ് ചെയ്യുന്ന മറ്റുള്ളവർ കാണുന്നില്ല, ചോദിച്ചോ സംശയം ചോദിച്ചോ ഇല്ലയോ എന്നൊന്നും സംശയം പലർക്കും ഒരു മടിയും തോന്നും കമന്റ് ഇടാൻ തന്നെ. അപ്പൊ നിങ്ങൾക്ക് മടിയൊന്നും വിചാരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾ അത് കമന്റായിട്ട് തന്നെ ചോദിക്കുക, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റായിട്ട് തന്നെ അറിയപ്പെടും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.